first scooter in the world with a transparent body panel. Welcome to the review of Ather 450 Apex. രണ്ടായിരത്തി 2013 IIT മദ്രാസ് സ്റ്റുഡൻസായ തരുൺ മേത്തയും അതുപോലെ തന്നെ സ്വപ്നിൽ ജെയിനും അവരുടെ ഏറെ നാളത്തെ ഹാർഡ് വർക്കിനൊടുവിൽ കണ്ടുപിടിച്ച ഒരു വെഹിക്കിളാണ് Ather 450X. ഇപ്പോൾ അതൊരു ബ്രാൻഡായി മാറിയിരിക്കുകയാണ്. Ather എനർജി എന്നൊരു ബ്രാൻഡാണ്. അപ്പോൾ അവരുടെ 10-year ആനിവേഴ്സറിയുടെ ഭാഗമായിട്ട് ഇറക്കിയ ഒരു വണ്ടിയാണ് നമ്മുടെ Ather 450 Apex. ദ ലെജൻഡ് ഓഫ് Ather എനർജി എന്ന് വേണമെങ്കിൽ പറയാം. നിലവിൽ Atherന്റെ ടോപ്പ് വേരിയൻ്റ് ആണ് നമ്മുടെ Ather 450 Apex. അപ്പോൾ നമ്മൾ ഇന്ന് 2025 Ather 450 Apex, അതായത് ലേറ്റസ്റ്റ് 450 Apexന്റെ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. എന്തായാലും ഈ ഒരു വീഡിയോ താമസിച്ചു എന്ന് എനിക്കറിയാം, കുറേ പേര് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ നമ്മൾ കുറച്ച് ലേറ്റ് ആയിപ്പോയി. എന്തായാലും നമ്മളുടെ രീതിയിലാണ് ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഹെഡിൽ നിന്ന് തന്നെ തുടങ്ങാം. സ്റ്റാർട്ടിങ് ഫ്രം ദ ഹെഡ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഈ കഴിഞ്ഞ എല്ലാ Ather 450X സീരീസിൻ്റെ ഫ്രണ്ട് ഹെഡ് എങ്ങനെയാണോ ഇരിക്കുന്നത് അതേ രീതിയിലുള്ള ഡിസൈനാണ് ഈ ഒരു ഫ്രണ്ട് ഹെഡ് വന്നിരിക്കുന്നത്. വേറെ ഒരു വ്യത്യാസം വരുത്തിയിട്ടില്ല. ഈ ഒരു ഫ്രണ്ട് പോർഷൻ മാത്രം ഇതേ ഇരിക്കുന്ന ഈ DRL രണ്ടെണ്ണം. ഓക്കെ, DRL പ്ലസ് ഇൻഡിക്കേറ്റർ, അതൊരു കോമ്പിനേഷൻ ലാമ്പ് അസംബ്ലിയാണ്. ഞാൻ ജസ്റ്റ് ഓണായി കാണിച്ചു തരാം. ദേ കണ്ടില്ലേ, കോമ്പിനേഷൻ ലൈറ്റാണ്. നമുക്ക് ആ ഒരു ഒറ്റ ലൈറ്റിൽ തന്നെ ഇൻഡിക്കേറ്റർ രണ്ടും പ്രവർത്തിക്കാൻ പറ്റും. എങ്ങനെയാണോ നോർമൽ Ather ഇരിക്കുന്നത് അതേപോലെ തന്നെയാണ്. പിന്നീട് വരുന്ന മാറ്റം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഫ്രണ്ട് ഡാഷ്ബോർഡ് അസംബ്ലി തന്നെയാണ് മാറിയിരിക്കുന്നത്. ഈ ഒരു ഡാഷ്ബോർഡ് അസംബ്ലിയിലേക്ക് വരുമ്പോഴത്തേക്കും ആദ്യം തന്നെ നമ്മുടെ 450X സീരീസിൽ നിന്നും പുതിയ 450 Apex വെച്ച് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇതേ ഇവിടെയുള്ള സ്വിച്ച് അസംബ്ലി ഫുള്ള് മാറിയിരിക്കുകയാണ്. നമ്മുടെ Gen 4 തൊട്ട് സ്വിച്ച് അസംബ്ലി മാറി. ബട്ട് 450 Apexൽ 2025 450 Apexൽ പുതിയൊരു ഫീച്ചർ കൊണ്ടുവന്നിരിക്കുകയാണ്. അതാണ് ഇൻഫിനിറ്റ് ക്രൂയിസ്. ഈ ഒരു ഇൻഫിനിറ്റ് ക്രൂയിസ് Gen 5 Ather 450 ഓൺവേർഡ്സ് ഉണ്ട്. ഇപ്പോൾ ഈ ഒരു ഇടയ്ക്കാണ് ഈ ഒരു Gen 5 450Xലും കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഇൻഫിനിറ്റ് ക്രൂയിസ്. അതിനു മുന്നേ ഈ ഒരു ഇൻഫിനിറ്റ് ക്രൂയിസ് വന്നിരിക്കുന്നത് നമ്മുടെ Ather 450 ഈ ഒരു Apexൽ തന്നെയാണ്. 2025 Ather 450X ഓർ Apexനെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ലെജൻഡായ Ather 450 Apexലായിരിക്കും ആദ്യം വരുന്ന എല്ലാ ഫീച്ചേഴ്സ് അഥവാ OT അപ്ഡേറ്റ്സ് ലഭിക്കുന്നത്. അങ്ങനെ സ്വിച്ച് അസംബ്ലിയിലേക്ക് വരുമ്പോഴത്തേക്ക് നോർമലി നമ്മൾ കാണുന്നത് പോലെ തന്നെ അത് ലെഫ്റ്റ് സൈഡിൽ വന്നു കഴിഞ്ഞാൽ ഹൈ ബീം, ലോ ബീം, അതുപോലെ തന്നെ അത് ഈ ഒരു സൈഡിൽ വന്നു കഴിഞ്ഞാൽ പുതിയതായിട്ട് സ്വിച്ച് ഒരു ഫിസിക്കലി കൊണ്ടുവന്നിട്ടുണ്ട്. പുതിയ സ്വിച്ച് എന്ന് പറയുമ്പോഴത്തേക്കും നാവിഗേഷൻ സ്വിച്ചാണ്. നമുക്കതൊരു ജോയിസ്റ്റിക്കാണ്, 4-way നാവിഗേഷൻ സ്വിച്ചാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ഒരു സ്വിച്ചിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു സ്വിച്ച് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് റൈഡിങ് ടൈമിൽ തന്നെ നമുക്ക് ഈ പറയുന്ന ട്രാക്ഷൻ കൺട്രോൾ, അതുപോലെ തന്നെ മോഡ്, ബ്രൈറ്റ്നസ്, മാപ്പ് ഇതെല്ലാം നമുക്ക് കൺട്രോൾ ചെയ്യാവുന്നതാണ്. ബാക്കി ഇൻഡിക്കേറ്റർ സ്വിച്ച്, അത് കഴിഞ്ഞിട്ട് ഹോൺ സ്വിച്ച്, ലെഫ്റ്റ് സൈഡിൽ ഇത്രയാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. 1, 2, 3, 4 സ്വിച്ചസ് ആണ് ലെഫ്റ്റ് സൈഡിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലും 4 സ്വിച്ചാണ്. എന്ന് പറയുമ്പോഴത്തേക്കും ഈ സൈഡിൽ വരുമ്പോഴത്തേക്കും കിൽ സ്വിച്ച് ആക്റ്റീവ്, കിൽ സ്വിച്ച് ഡിസെൻഗേജ് ബട്ടൺ ആണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ റിവേഴ്സ് ഓർ ക്രൂയിസ്, ഒറ്റ ബട്ടണിലാണ് റിവേഴ്സ് ഓർ ക്രൂയിസ് കൊണ്ടുവന്നിരിക്കുന്നത് Ather. അതൊരു വലിയൊരു കാര്യമാണ്. ഈ ഒരു ഒറ്റ സ്വിച്ചിൽ തന്നെ ഈ ഒരു കാര്യം ഇൻ്റഗ്രേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വെൽ എഞ്ചിനീയർഡ് ആയിട്ട് നമ്മൾ ചിന്തിച്ച് ഹാർഡ് വർക്ക് ചെയ്താലേ ഈ ഒരു കാര്യം ഇതിനുള്ളിൽ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. ഈ ഒരു കാര്യം ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് 2022 സമയത്ത് Ather 450X ജനറേഷൻ 3 വന്ന സമയത്ത് Ather ഇത് നന്നായിട്ട് ശ്രമിച്ചു ക്രൂയിസ് കൊണ്ടുവരാനായിട്ട്. പക്ഷേ നടന്നില്ല. കുറച്ച് സാങ്കേതിക വിദ്യകളും പിന്നെ അതുപോലെ തന്നെ ഫിസിക്കലി കുറച്ച് മെക്കാനിക്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറേണ്ട കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഇതിൻ്റെ സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും എല്ലാം ചേഞ്ച് ആക്കിയപ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു ഒറ്റ സ്വിച്ചിൽ ഈ പറയുന്ന ഒരു ക്രൂയിസ് കൺട്രോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ സാധിച്ചു. അതിന് തൊട്ട് താഴെ വന്നിരിക്കുന്നത് നമ്മുടെ സ്ക്രോൾ സ്വിച്ച്, മോഡ് സ്വിച്ച് എന്ന് തന്നെ പറയാം. നമുക്കിതിൽ 4 റൈഡിംഗ് മോഡാണ് വന്നിരിക്കുന്നത്. സ്മാർട്ട് ഇക്കോ, റൈഡ്, സ്പോർട്ട്, വാർപ്പ് പ്ലസ്. 450 Apexലാണ് വാർപ്പ് പ്ലസ് എന്ന് പറയുന്ന ഒരു മോഡ് വന്നിരിക്കുന്നത്. അതെന്തുകൊണ്ടെന്നല്ലേ, 450 Apex ആണ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ Atherന്റെ ഏറ്റവും ടോപ്പ് വേരിയൻറ്റ് വെഹിക്കിൾ. അപ്പോൾ ഈ ഒരു 450 Apex ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത്, ടോപ്പ് വേരിയൻ്റ് ആകുമ്പോൾ ടോപ്പ് സ്പീഡ് വേണമെന്നാണല്ലോ. നമ്മുടെ ഈ ഒരു Ather 450 Apex ടോപ്പ് സ്പീഡ് 100 km/h ആണ് ടോപ്പ് സ്പീഡ് കയറുന്നത്. പക്ഷേ Atherന്റെ ഒരു സ്റ്റെബിലിറ്റി വേറെ ലെവലാണ്, മനസ്സിലായോ? ബാക്കിയുള്ള വണ്ടികൾക്ക് അതിൻ്റെതായ രീതികൾ കാണും, പക്ഷേ നമ്മൾ അതിലോട്ട് മൂവ് ഓൺ ചെയ്യുന്നില്ല. നമുക്ക് ഫ്യൂച്ചറിൽ അറിയാൻ പറ്റും എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന്.
പക്ഷേ എയ്തറിൻ്റെ ടെക്നോളജി അത് വൺ ഓഫ് ദ ബെസ്റ്റ് എവർ എന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം ഞാനൊരു എയ്തർ യൂസർ ആയതുകൊണ്ട് പുതിയൊരു വണ്ടി എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴത്തേക്കും എനിക്കത് മനസ്സിലാവുന്നതാണ്. ബാക്കി ഇതേ മോഡ് സ്വിച്ച്, തൊട്ട് താഴെ സ്റ്റാർട്ട് ബട്ടൺ, ഇത്രയും കാര്യങ്ങളാണ് റൈറ്റ് സൈഡിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നോർമൽ പഴയ മിററാണ് ദേ വന്നിരിക്കുന്നത്. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ദേ പഴയ നമ്മൾ അതേ സെയിം ഹെഡ് ലാമ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും, വണ്ടിയുടെ റൈറ്റ് സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും വണ്ടിയുടെ സെയിം ബോഡി പാനൽ കളർ മാറിയിട്ടുണ്ട്. കളർ എന്ന് പറയുന്നത് ഇന്ത്യൻ ബ്ലൂ ആണ്. ഈ കളറിനെ പറയുന്നത് ഇന്ത്യൻ ബ്ലൂ എന്നൊരു കളറാണ് എയ്തർ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ വന്നിരിക്കുന്ന കളർ എന്ന് പറയുന്നത് ഓറഞ്ച്, വെറും ഓറഞ്ച് അല്ല, സ്റ്റാർക്ക് ഓറഞ്ച് എന്നാണ് എയ്തർ ഇതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. നേരത്തെ ഈ ഒരു ഭാഗത്ത് എൻ്റെ ഫ്ലോട്ടിംഗ് പാനൽ സൈഡിൽ വന്നു കഴിഞ്ഞാൽ എയ്തർ 450 അപെക്സ് എന്നുള്ളൊരു ബ്രാൻഡിങ് കാണാൻ പറ്റും. പിന്നെ ഈ ഒരു സൈഡിൽ വന്നു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നോർമൽ പാർട്സ് എന്താണോ അങ്ങനെ തന്നെയാണ് എയ്തർ കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ 12 ഇഞ്ചിൻ്റെ ഒരു വീൽ സെക്ഷൻ തന്നെയാണ്. സെയിം നമ്മൾ പഴയ എയ്തർ യൂസ് ചെയ്തിരുന്ന 12 ഇഞ്ചിൻ്റെ വീൽ സെക്ഷനാണ് ഫ്രണ്ടിൽ വന്നിരിക്കുന്നത്. അതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഡിസ്ക് എന്ന് പറയുന്നത് 200 mm ഡിസ്ക് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് വിത്ത് ട്രാക്ഷൻ കൺട്രോൾ. ട്രാക്ഷൻ കൺട്രോൾ അതിനോട് ചേർത്താണ് ഇൻബിൽഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ഫിസിക്കലിയാണ് ഇൻബിൽഡ് ചെയ്തിരിക്കുന്നത്, നിങ്ങൾക്ക് ഇതേ കാണാൻ പറ്റുന്നതാണ്. സെൻറ്റർ പോർഷനിലെ മെയിൻ ആയിട്ടൊരു പാർട്ടിനെ കുറിച്ച്, ഈ ഒരു വണ്ടിയെ വേറിട്ടതാക്കുന്ന ഒരു പാർട്ടാണ് നമ്മുടെ ഈ ഒരു സൈഡിൽ കാണുന്ന ടെയിൽ സൈഡ് പാനൽ. ഈ ഒരു ട്രാൻസ്പെറൻറ്റ് ടെയിൽ സൈഡ് പാനലാണ് നമ്മുടെ എയ്തർ 450 വേറിട്ടൊരു വെഹിക്കിൾ ആക്കുന്നത്. ട്രാൻസ്പെറൻറ്റ് കൊടുത്തതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അകത്ത് നമ്മുടെ ഈ ഒരു വെഹിക്കിളിൻ്റെ ഷാസി കാണാൻ പറ്റും. സ്റ്റാർക്ക് ഓറഞ്ച് കളറിൽ ഫ്രണ്ട് വീലിൽ കൊടുത്തിരിക്കുന്ന അതേ കളറാണ് നമുക്ക് അകത്ത് വണ്ടിയുടെ സ്കെലിട്ടൺ എന്ന് തന്നെ പറയാം. തന്നെ ഇവിടെ വരുമ്പോഴത്തേക്ക് അവരുടെ 10th ഇയർ ആനിവേഴ്സറിയുടെ പുതിയ ഒരു ടെയിൽ സൈഡ് സ്റ്റിക്കറാണ് വന്നിരിക്കുന്നത്. ഇവിടെ 10th ഇയർ എന്ന് എയ്തർ ലേബൽ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ റിയറിൽ വന്നിരിക്കുന്ന ടയർ എന്താണോ പഴയ 450X അതിലുള്ള എല്ലാ പാർട്സും സെയിം തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ 100, 80, 12 ടയർ സെക്ഷനുമാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ എയ്തർ ഇറക്കുന്ന ടയർ എന്ന് പറയുന്നത് MRFന്റെ സാപ്പർ N എന്ന് പറഞ്ഞൊരു ടയറാണ്. അത് EVക്ക് വേണ്ടി മാത്രമുള്ള ഒരു ടയറാണ് ഇപ്പോൾ എയ്തർ ഇറക്കുന്നത്. സോ ഇത് റൈഡിംഗ് കംഫർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ പഴയ MRF വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് നല്ലൊരു സ്മൂത്തും അതുപോലെ തന്നെ കർവ് എല്ലാം നമുക്ക് നല്ല രീതിയിൽ നമുക്ക് എടുക്കാൻ സാധിക്കുന്നതാണ്. നല്ല രീതിയിൽ എടുക്കാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് ഈ ടേൺസും അതുപോലെ തന്നെ കേർവ്സ് ഒക്കെ നല്ല രീതിയിൽ നമുക്ക് ആ ബെൻഡ് എല്ലാം നല്ല സ്മൂത്ത് ആയിട്ട് കംഫർട്ടായിട്ട് കവർ ചെയ്ത് വരാൻ പറ്റും. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ത്രോട്ടിൽ ഞാൻ നേരത്തെ വിട്ടുപോയി പറയാൻ, സോറി, ക്ഷമിക്കണം. ഈ ഒരു ത്രോട്ടിൽ തന്നെ മാജിക് ട്വിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. മാജിക് ട്വിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ഇപ്പോൾ 2025 എയ്തർ 450ലും 450 എപെക്സിലും വന്നൊരു ഫീച്ചറാണ്. പിന്നെ റിസ്തയിലും ഉണ്ട്. മാജിക് ട്വിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക് പിടിക്കാതെ ഒരു 50 km/h ഉള്ളിൽ നമുക്ക് ബ്രേക്ക് പിടിക്കാതെ വണ്ടിയുടെ തന്നെ സാധാരണ നമ്മൾ ബൈക്കിൽ ഐസ് വെഹിക്കിൾസിലൊക്കെ നമ്മൾ എൻജിൻ ബ്രേക്കിംഗ് എന്ന് വേണമെങ്കിൽ പറയും. എന്താണ് ചെയ്യുന്നത്? നോർമലി എൻജിൻ ബ്രേക്കിംഗ് ചെയ്യുന്നത് പോലെ ചെയ്യും. പക്ഷേ നമ്മുടെ ഈ ഇലക്ട്രിക് വെഹിക്കിളായ എയ്തർ 450 എപെക്സിൽ 2025 എയ്തർ 450യിൽ വന്നിരിക്കുന്നത് മാജിക് ട്വിസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ റിസ്തയിലും ഉണ്ട്. റിസ്ത എയ്തറിൻ്റെ തന്നെ ഒരു ഫാമിലി ഇലക്ട്രിക് സ്കൂട്ടറാണ്. നമ്മൾ അതിനെക്കുറിച്ച് പറയുന്നില്ല, ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മാജിക് ട്വിസ്റ്റിനെ കുറിച്ച് തന്നെ പറയാം. പുതിയ ത്രോട്ടിലാണ് എയ്തർ ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ത്രോട്ടിൽ നമുക്ക് ഫ്രണ്ടിലോട്ട് നമുക്ക് ചലിപ്പിക്കാൻ പറ്റും. നോർമലി സാധാരണ പോലെയും ഉണ്ട്. ഫ്രണ്ടിലോട്ട് ചലിപ്പിക്കാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഒരു 45-50 km/h നമുക്ക് ബ്രേക്കിംഗ്, എൻജിൻ ബ്രേക്കിംഗ് പോലെ ചെയ്യാൻ പറ്റും. ത്രോട്ടിൽ ജസ്റ്റ് നമ്മൾ ഫ്രണ്ടിലോട്ട് കറക്കുന്നു, നമ്മൾ വണ്ടി സ്റ്റോപ്പ് ചെയ്യുന്നു. റൈഡിങ് ടൈമിൽ തന്നെ വണ്ടി സ്റ്റോപ്പ് ആവുന്നു. ഈ ഒരു ത്രോട്ടിൽ ഇങ്ങനെ മൂവ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് വണ്ടി നിൽക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ പഴയ ടെലിസ്കോപ്പിക് സസ്പെൻഷൻ തന്നെയാണ് ഫ്രണ്ടിലും യൂസ് ചെയ്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇത് നമ്മളെ പഴയ വണ്ടികളിൽ വന്നിരിക്കുന്ന അതേ സസ്പെൻഷനാണ് ഫ്രണ്ടിൽ വന്നിരിക്കുന്നത്. വേറൊരു മാറ്റവും കൊടുത്തിട്ടില്ല. പിന്നെ അവസാനമായിട്ട് പറയാനുള്ളത് നമ്മുടെ ഈ ഒരു 2025 എയ്തർ 450 അപെക്സിൽ വന്നിരിക്കുന്ന ബെൽറ്റ് ഗാർഡ് എന്ന് പറയുന്നത് നമ്മുടെ കഴിഞ്ഞ Gen 4ൽ യൂസ് ചെയ്തിരിക്കുന്ന അതേ ബെൽറ്റ് ഗാർഡ് തന്നെയാണ് ഇതിലും വന്നിരിക്കുന്നത്. അത്യാവശ്യം നമുക്ക് ചെളിയൊന്നും Gen 3 വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ചെളിയൊന്നും അധികം അടിക്കാതെ നമുക്ക് നല്ല സ്മൂത്തായിട്ട് എടുത്തുകൊണ്ട് പോകാവുന്നതാണ്. മറ്റേതിലൊക്കെയാണെങ്കിൽ ചെളി അടിച്ചേറിയ സൗണ്ട് വ്യത്യസ്തമാവും. ഇതാകുമ്പോഴത്തേക്കും ഒരു സ്മൂത്ത് സൗണ്ട് ആയിരിക്കും. എയ്തറിൻ്റെ തന്നെ ഒരു ട്രേഡ് മാർക്ക് സൗണ്ട് ഉണ്ടായിരിക്കും. എന്തായാലും മഴവെള്ളമൊക്കെ നനഞ്ഞു കഴിഞ്ഞാലും ആ ഒരു സൗണ്ട് അങ്ങനെ തന്നെ നിലനിൽക്കും. കുറേ കസ്റ്റമേഴ്സിന് അതൊരു ഡൗട്ടാണ്, ഈ സൗണ്ട് എന്താണ് ഇങ്ങനെ? എല്ലാവരും വണ്ടി എടുത്ത് ഓടിച്ച് കഴിയുമ്പോൾ ഈ ഒരു വണ്ടി ഭയങ്കര സൗണ്ടാണല്ലോ, റോഡിൽ കൂടെ പോകുമ്പോഴത്തേക്കും ഒരു പ്രത്യേക സൗണ്ടാണല്ലോ, ഭയങ്കര സൗണ്ടാണല്ലോ, ഇത് സൗണ്ടുള്ള വണ്ടിയാണോ? അത് യഥാർത്ഥത്തിൽ ഈ ഒരു ബെൽറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. ആ ഒരു ട്രേഡ് മാർക്ക് സൗണ്ട് വരാൻ വേണ്ടിയിട്ടാണ് എയ്തർ അങ്ങനെ തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എയ്തറിൻ്റെ ഒരു ട്രേഡ് മാർക്ക് സൗണ്ടാണ് ആ ഒരു സൗണ്ട്. സോ ആ ഒരു സൗണ്ട് അതേ രീതിയിൽ തന്നെ ഫിസിക്കലി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് എയ്തർ അങ്ങനത്തെ ഒരു ട്രാൻസ്മിഷൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഒരു വണ്ടിയുടെ ചാർജിങ് അവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 to 100 എന്ന് പറയുന്നത് 5.25 മണിക്കൂറാണ് നമ്മുടെ ഒരു വണ്ടി ചാർജ് ചെയ്യാനായിട്ട് എടുക്കുന്നത്. അതുപോലെ തന്നെ 0 to 80% എന്ന് പറയുന്നത് 3.5 മണിക്കൂർ. അത് വീഡിയോയിൽ ചാർജ് ചെയ്യുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. നിലവിൽ ഇപ്പോൾ ഫാസ്റ്റ് ചാർജർ എല്ലാം വന്നിട്ടുണ്ട്. 6 kW ഫാസ്റ്റ് ചാർജും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ
തന്നെ നിലവിലുള്ള നമ്മുടെ പഴയ ഫാസ്റ്റ് ചാർജറും ഉണ്ട്. 6 കിലോ വാട്ട് നല്ല സ്പീഡിലാണ് കയറുന്നത്. 10 മിനിറ്റിൽ 30% എയ്തറിൽ ചാർജ് കയറ്റുന്നത്. നിലവിൽ നമ്മുടെ എയ്തർ IDC റേഞ്ച് ക്ലെയിം ചെയ്യുന്നത് 130 കിലോമീറ്റർ ആണ് പറയുന്നത്. 130 പറയുന്നതിൻ്റെ കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഈ പറയുന്ന മാജിക് ടെസ്റ്റും അതുപോലെ തന്നെ കോസ്റ്റിംഗ് റീജനും ഒക്കെ നല്ല രീതിയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് നമുക്ക് എയ്തർ 130 കിലോമീറ്റർ ഈ പറയുന്ന 3.7 കിലോ വാട്ട് ബാറ്ററിയിൽ കിട്ടുമെന്ന് പറയുന്നത്. പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ, നമ്മുടെ ഈ ഒരു എയ്തർ 450 Apexൽ യൂസ് ചെയ്തിരിക്കുന്നത് 7 കിലോ വാട്ടിൻ്റെ പീക്ക് പവർ PMSM മോട്ടറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സാധാ 450കളെല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് 6 കിലോ വാട്ടിൻ്റെ മോട്ടറാണ്. ഇതിൽ വന്നിരിക്കുന്നത് 7 കിലോ വാട്ടിൻ്റെ മോട്ടറാണ്. സോ അതിൻ്റേതായിട്ടുള്ളൊരു പീക്ക് ഔട്ട്പുട്ട് ഡെലിവറി ഈ ഒരു വണ്ടിയിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സോ ഇതൊക്കെ തന്നെയാണ് എനിക്ക് നമ്മുടെ ഈ ഒരു ലെജൻഡായ എയ്തർ 450 Apexനെ കുറിച്ച് പറയാനുള്ളത്. ലെജൻഡ് എന്ന് പറഞ്ഞതിന് കാരണം എയ്തർ എനർജിയുടെ ഏറ്റവും പ്രീമിയം വെഹിക്കിളാണ് നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിൻ്റെ ഒരു റൈഡ് എക്സ്പീരിയൻസ് എങ്ങനെ ഇരിക്കുമെന്നൊന്ന് കാണണമല്ലോ. അപ്പോൾ നമുക്ക് റൈഡ് എക്സ്പീരിയൻസ് ഒന്ന് കണ്ടിട്ട് വരാം. നമുക്ക് ക്രൂയിസ് കൺട്രോൾ ഒന്ന് ഓണാക്കി നോക്കാം. ഇതാണ് ക്രൂയിസ് കൺട്രോൾ ബട്ടൺ. ക്രൂയിസ് ഓണാക്കിയപ്പോഴത്തേക്കും നമുക്ക് ടോപ്പ് ലെഫ്റ്റ് കോർണറിൽ നമുക്കത് കാണാൻ പറ്റുന്നതാണ്. ഇനി നമ്മൾ കൈ എത്രയാണോ കൊടുത്തിട്ട് വിടുന്നത് ആ ഒരു കിലോമീറ്ററിൽ അവിടെ സ്റ്റേ ചെയ്യും. നോക്കി കണ്ടോ, പോകുന്നുണ്ടോ? നമ്മളിതാ കൈ വിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ആ സ്റ്റേബിളായിട്ട് എത്ര കിലോമീറ്ററിലാണോ നമ്മൾ നിർത്തിയത് ആ ഒരു സ്പീഡിൽ തന്നെ പോവുകയാണ്. ഞാൻ ക്രൂയിസ് ഓഫ് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ വീണ്ടും ത്രോട്ടിൽ തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നു. എങ്ങനെയുണ്ട് എയ്തറിൻ്റെ ക്രൂയിസ്? അപ്പോൾ ഇതൊക്കെ തന്നെയാണ് 2025 എയ്തർ 450 Apexനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഇനി തുടർന്നും ഇതേപോലത്തുള്ള വീഡിയോ ലഭിക്കാനായിട്ട് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇറ്റ്സ് മീ രാംനാഥ്, സൈനിങ് ഔട്ട്.